നമ്മുടെ ഈ സഭയെ ഒരു ഇടവകയായിട്ട് ഉയർത്തുന്ന അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞല്ലോ. അതിൻ്റെ പ്രഖ്യാപനം നടത്തപ്പെടുകയാണ്. CSI ഈസ്റ്റ് കേരള മഹായിടവകയിൽ വണ്ടിപ്പെരിയാർ സഭാജില്ലയിൽ വണ്ടിപ്പെരിയാർ ഇടവകയിൽ കരടിക്കുഴി സഭ കരടിക്കുഴി സെൻറ് തോമസ് CSI ഇടവകയായിരിക്കുന്നുവെന്ന് നാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. ആമേൻ. കരടിക്കുഴി സെൻറ് തോമസ് CSI ഇടവകയായ ഈ സഭയുടെ 75-ാം വർഷം പ്ലാറ്റിനം ജൂബിലി വർഷം ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നുവെന്ന് നാം പ്രഖ്യാപിക്കുന്നു. ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്യുന്നു. ആമേൻ. ദൈവത്തെ സ്തുതിക്കാം. പെരുന്നാൾ ദിനത്തിൽ അല്ലെങ്കിൽ സെൻറ് തോമസ് ഡേയിൽ തന്നെ ഇപ്രകാരം ഒരുമിച്ച് വന്ന് നിങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്നതിൽ അതിയായ സന്തോഷം. ആദ്യമായി കരടിക്കുഴി സെൻറ് തോമസ് CSI ഇടവകയ്ക്ക് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം ഈ ഇടവകയെ നാൾക്കുനാൾ അനുഗ്രഹിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. എത്രയും സ്നേഹമുള്ള വികാരി അച്ഛൻ, അതോടൊപ്പം നമ്മുടെ ചെയർമാനുമായിരിക്കുന്ന KD ദേവസ്യ അച്ഛൻ, പ്രിയപ്പെട്ട നമ്മുടെ മുൻ സഭാ ശുശ്രൂഷകരായിരിക്കുന്ന അച്ഛന്മാർ, പ്രിയ നമ്മുടെ രാജനച്ഛൻ, മോനിക്കുര്യൻ അച്ഛൻ, പ്രിയപ്പെട്ട മാക്സി ജോൺ അച്ഛൻ, പ്രിയപ്പെട്ട ആന്റണി സാറ്, അതുപോലെ ഈ സഭയുടെ പ്രിയപ്പെട്ട കൊച്ചമ്മമാർ, ഈ സഭയുടെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, ഡയസിംഗ് കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ട ഗായസംഘ അംഗങ്ങൾ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ സഭാ ശുശ്രൂഷകൻ സന്തോഷ് സാറ്, ഇവിടെ ഇന്ന് ആരാധനയ്ക്ക് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായി, പ്രത്യേകിച്ച് ഈ എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥരും മാനേജ്മെൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെ ഉദ്യോഗസ്ഥരായ പ്രിയപ്പെട്ടവർ എല്ലാവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞങ്ങൾ കുടുംബമായി ഈ ഇടവയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരും. ഈ പെരുന്നാൾ നമ്മൾ നേരത്തെ നിശ്ചയിച്ചതാണ്, എന്നാൽ അതിനുശേഷമാണ് ഇതൊരു ഇടവകയായിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഈ ദിനത്തിൽ തന്നെ അത് ഒരു പ്രഖ്യാപനം നടത്തണമെന്നുള്ള ഇടവപ്പെട്ടക്കാരൻ്റെ ആ ഒരു നിർദ്ദേശം നിങ്ങൾ സ്വീകരിക്കുകയും ആ കാര്യം എന്നോട് പറയുകയും ഇപ്രകാരം ഈ ആരാധനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. 75 വർഷം അല്ലെങ്കിൽ 3/4 നൂറ്റാണ്ട് എന്ന് പറയുന്നത് അത്ര ചെറിയൊരു വർഷമല്ല. എങ്ങനെ ഈ സഭ ഇവിടെ സ്ഥാപിതമായി എന്നും എങ്ങനെ ഇത് വളർന്നുവെന്നും ഇപ്രകാരമായി തീർന്നുവെന്നും എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാം. എന്നാൽ നമ്മൾ ഈ അടുത്ത 10-15 വർഷം പുറകോട്ട് നമ്മൾ നോക്കിയാൽ വളരെ ദ്രുതഗതിയിൽ എന്ന് വേണം നമുക്ക് പറയാം. അതിനു മുമ്പും വളർന്നിരുന്നു, എന്നാൽ വളരെ ദ്രുതഗതിയിൽ സഭയുടെ മട്ടും ഭാവമെല്ലാം മാറിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ഇടവകയായി വന്നാൽ നല്ലതാണ് എന്നുള്ള ആഗ്രഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സാധ്യമായി തീർന്നില്ല. ഒരു മിഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കൂടിവരെ ഒരു പ്രാർത്ഥനാക്കൂട്ടം സഭയായി തീരുന്നതിന് ചില നിബന്ധനകൾ ഉണ്ട്. അതിന് നിശ്ചിത എണ്ണം ആളുകൾ ഉണ്ടായിരിക്കണം, നിശ്ചിത എണ്ണം മാസവരി അംഗങ്ങൾ ഉണ്ടായിരിക്കണമെങ്കിൽ കമ്മ്യൂണിയൻ കൊള്ളുന്ന വിശുദ്ധ സംസർഗക്കാരായ ആൾക്കാർ നിശ്ചിത എണ്ണം ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടുന്ന
അതിൻ്റെ നിശ്ചിത ശതമാനം ഇരട്ടി ആളുകൾ ഉണ്ടായിരിക്കണം. അതിൻ്റെ സാമ്പത്തികം പഴയ കാലഘട്ടങ്ങളിലാണെങ്കിൽ ശരാശരി 3 വർഷത്തെ സാമ്പത്തികം നോക്കി ആ സാമ്പത്തികത്തിൻ്റെ ഒരു മാസം എത്രയാണെന്ന് നോക്കി അത് ഒരു മീഡിയം ഇടപെട്ടക്കാരന് കൊടുക്കാനുള്ള ശമ്പളം അതിൽ ഉണ്ടാകുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ, വിലയിരുത്തിയതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു സഭയെ ഉപസഭയാക്കുള്ളൂ, ഉപസഭയെ ഇടവകയാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ ഈശ്വര മഹാടവ ആയതിനു ശേഷം, എന്നാൽ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി. വ്യത്യാസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു മഹാടവയായിട്ട് രൂപീകരിക്കപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞു, അത് പറഞ്ഞ കാരണം നമുക്ക് വേണ്ട രീതിയിലുള്ള ഇടയ പരിപാലന ശുശ്രൂഷ ലഭിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മഹാടവ ആയിട്ട് ലഭിച്ചാൽ മാത്രമേ അതിനുള്ള സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മഹാടവ വേണം എന്ന് പറഞ്ഞു. സുവിശേഷം എത്താത്ത ധാരാളം ഇടങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സുവിശേഷീകരണത്തിന് ഞങ്ങൾക്ക് കാര്യമായി ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായൊരു മഹാടവ വേണമെന്ന് പറഞ്ഞു. അവികസിതമായ പ്രദേശമാണ് ഈ പ്രദേശങ്ങൾ, കേരളത്തിൻ്റെ സെൻട്രൽ ഈസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്ന ഈ കിഴക്കൻ മേഖല എന്ന് പറയുന്ന മേഖലകൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് വികസനം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു മഹാടവ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സുവിശേഷീകരണം, ഇടയപരിപാലനം, വികസനം എന്ന 3 ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് 3 പ്രഖ്യാപിത ലക്ഷ്യങ്ങളോടുകൂടി 1983 നമ്മുടെ മഹാടവക സ്ഥാപിതമായി. അതുകൊണ്ട് തന്നെ ഒരു സഭ, ഒരു മിഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പ്രാർത്ഥനാക്കൂട്ടം സഭയാകുന്നതിന് ഈ മാനദണ്ഡങ്ങളിൽ അല്പസ്വല്പമായ വ്യത്യാസങ്ങൾ വരും. പ്രധാനമായിട്ടുള്ള വ്യത്യാസം വരുത്തിയത് സാമ്പത്തികമായ കാര്യത്തിലാണ്. ഇടവകയിൽ ഒരു അച്ഛനെ ഇരുത്താനോ അല്ലെങ്കിൽ ഒരു സഭയിൽ ഉപദേശി ഇരുത്താനുള്ള ശമ്പളം ഇല്ലായെങ്കിലും അതൊരു സഭയായിട്ടും അങ്ങനെയുള്ള ഒരു ഇടവകയായിട്ടും പ്രഖ്യാപിക്കണം എന്ന തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം നോക്കിയാൽ പല ഇടവകളിലും സാമ്പത്തിക ഞെരുക്കമുണ്ട്. അച്ഛന്മാർക്ക് ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉപദേശിമാർക്ക് ശമ്പളം കിട്ടുന്നില്ല. എങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, അത് ഇടവകയാക്കി തീർത്തുകൊണ്ട് മറ്റ് പല രീതിയിലുള്ള സപ്പോർട്ടുകൾ നമ്മളതിനെ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടവർ വേല ചെയ്തുകൊണ്ട് ജനങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ മഹാടവ ഇത്രയും വളരുവാനായിട്ട് ഇടയായിത്തീർന്നു. 14 അച്ഛന്മാരുമായി ആരംഭിച്ച മഹാടവ ഇന്ന് 43 വർഷം പിന്നിടുമ്പോൾ 70 ചില്ലുവാനം അച്ഛന്മാർ എത്തി നിൽക്കും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 76ഓളം ഇടവകൾ ഇപ്പോൾ ഉണ്ട് എന്നർത്ഥം. 76 ഇടവകളുണ്ട്, 187 പള്ളികളുണ്ട്, 40ഓളം മിഷൻ പള്ളികളുമായിട്ട് നമ്മുടെ മഹാടവ ദൈവം വളർത്തി എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് ഇത് ഇടവയായി എന്ന് പറഞ്ഞപ്പോൾ അതിന് നമുക്ക് സന്തോഷമുണ്ട് എന്ന് അച്ഛൻ ആദ്യമേ സൂചിപ്പിച്ചു. സാധാരണഗതിയിൽ ഒരു മഹാടവ അധ്യക്ഷൻ്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വായിക്കുന്നത് സുവിശേഷ വായനയ്ക്ക് ശേഷമാണ്. അതുകൊണ്ടാണ് സുവിശേഷം വായിച്ചതിന് ശേഷം എന്ത് ചെയ്തത്, ആ പ്രഖ്യാപനം വായിച്ചത്. ബിഷപ്പിൻ്റെ ഒരു സർക്കുലറോ പ്രഖ്യാപനമോ വായിക്കുമ്പോൾ അതങ്ങനെ ചെയ്യണം, പ്രധാനപ്പെട്ടതെല്ലാം അങ്ങനെയാണ് വരുന്നത്. അതല്ല എങ്കിൽ വിശ്വാസ പ്രമാണം കഴിഞ്ഞതിന് ശേഷം അത് വായിക്കണം എന്നാണ് അതിൻ്റെ രീതി. ഞാൻ അതിൻ്റെ ഒരു രീതികൾ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മെ സംബന്ധിച്ച്, നമ്മുടെ ഈ സഭയെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള സുദിനമാണ്. പ്രത്യേകിച്ച് ഈ മുൻ ശുശ്രൂഷകരെ നിങ്ങൾ വിളിച്ചതിൽ വളരെ സന്തോഷം എനിക്കുണ്ട്. അവർ വന്നതിലും അതിനേക്കാളും സന്തോഷമുണ്ട്. കാരണം ഈ സഭയുടെ, ഈ ഇടവകയുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ അവർക്കും അത്യുത്സാഹമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും അവരും നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു. കാരണം ഇതിൻ്റെ വളർച്ചയിൽ അവരുടെയും പങ്ക് വലുതായിരുന്നുവല്ലോ. അതെല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കും. നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള സന്തോഷ് സാറ് നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷകനായിട്ട് വന്നിരിക്കുകയാണ്. സന്തോഷ് സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയട്ടെ. അവരെ ദൈവം കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവരുടെ ഇടവകയും അവരുടെ സന്തോഷ് സാറിൻ്റെ സഭയും ഇടവകയായിട്ട് തീർന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുകയാണ്. അതുപോലെ 3-4 ഇടവക ഇത്തവണ ഉണ്ടാകുന്നുണ്ട്. അവിടെ നിന്നൊരു മകൻ ഇവിടെ നമ്മുടെ ശുശ്രൂഷനായിരിക്കുമ്പോൾ ഈ സഭയും ഇടവകയാകുമ്പോൾ അതിലെല്ലാം ഇരട്ടി സന്തോഷമാണ് എന്ന് ഞാൻ സമയത്ത് ഓർക്കും. ദൈവം നിങ്ങളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഇടവകയായാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ നേട്ടം, പല രീതിയിലുള്ള നേട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്ഥാനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ ഉപസഭകൾ ഏതായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് എന്ത് ചെയ്യും, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ഇടവകയാകുമ്പോൾ അതിന് ഉപസഭകൾ ഉണ്ടായിരിക്കും. അതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത. നമ്മുടെ പശ്ചാത്തലത്തിൽ
ഒരു സഭയ്ക്ക് മാത്രമായിട്ടൊരു അച്ഛനെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒന്നോ രണ്ടോ സഭകൾ കൂടെ ക്ലബ് ചെയ്ത് കൊടുക്കുക. അതാണ് ഒരു ഇടവക സെറ്റപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ, വണ്ടിപ്പെരിയാർ ഇടവ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപസഭയായിരുന്നു. അത് നമുക്കറിയാവുന്നതാണ്. ഇപ്പം ഒഴുത്തടം ഇടവയ്ക്ക് 13 സഭകളാണ്, മൊത്തം 14 സഭകളാണ് അവിടെ ഉള്ളത്. ഒരൊറ്റ അച്ഛനാണ് നോക്കുന്നത്. അപ്പം നമ്മുടെ മഹായുടെ പശ്ചാത്തലത്തിൽ ഒരച്ഛന് ഒരു പള്ളി എന്നുള്ള രീതിയിൽ പോകാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ. ഒരുപക്ഷെ വരും കാലങ്ങളിൽ അങ്ങനെ ആയിത്തീരാൻ സാധിക്കുമായിരിക്കും. എന്നാൽ ഇപ്പോൾ നമുക്ക് ഉപദേശിമാരും അച്ഛന്മാരും മിഷന്മാരും ഉണ്ട്. അത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഈ ഇടവക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏതെല്ലാം സഭകൾ ഇതിൻ്റെ അകത്ത് ചേരും എന്ന് പിന്നീട് നമ്മൾ അറിയിപ്പ് ഉണ്ടായിരിക്കും. മാത്രമല്ല, അച്ഛന്മാരുടെ കുറവ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, ഈ വളരെ ചുരുങ്ങിയ സമയങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഉള്ള സെറ്റപ്പ് തന്നെയായിരിക്കും പോകുന്നത്. അച്ഛന്മാർ കൂടി വരുമ്പോൾ എന്ത് ചെയ്യും, പ്രത്യേകമായി അച്ഛന്മാർ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ നിങ്ങൾ സഹകരിക്കേണ്ടി വരും എന്ന് ഞാൻ സഹകരിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ അത് ഇപ്പോൾ പൊതുവെ പറയും, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണെങ്കിൽ പോലും, പൊതുവെ ഇവിടെ മാത്രം എല്ലായിടത്തും ബുദ്ധിമുട്ടുള്ള കാലമാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, അപ്പോൾ ബുദ്ധിമുട്ടുള്ളപ്പോഴാണെങ്കിൽ ഇച്ചിരി കൂടെ എന്ത് ചെയ്യണം, ബുദ്ധിമുട്ടേണ്ടി വരും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിരുന്നാലും അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയോടെ നമ്മളിതിനെ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെല്ലാം അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവും. സഭയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറ്. വളരെ നല്ല സൗകര്യമാണ് ഇവിടെ ഉള്ളത്. ഈ സമയത്ത് നമ്മളിവിടെ സഭ സ്ഥാപിതമാകുവാനും നമ്മളെല്ലാം ഇവിടെ വരുവാനൊക്കെയും കാരണമായി തീരുന്നത് തോട്ടമാണ്, എസ്റ്റേറ്റാണ്. അതുകൊണ്ട് എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെ, അതിൻ്റെ ഉടമസ്ഥരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അവരെ ഞാൻ സമയത്ത് ഓർക്കുന്നു. അവിടെ കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, മാനേജർമാർ, ഫീൽഡ് ഓഫീസർമാർ, മറ്റെല്ലാവരും ഞാൻ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ വളരെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നമ്മുടെ ഈ സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നും കൂടെ ഞാൻ സമയത്ത് ഈ തരുണത്തിൽ ഓർക്കുകയും അവരെ ഓർത്ത്, എസ്റ്റേറ്റ് ഉടമസ്ഥരെ, മാനേജ്മെൻറ്റിനെ ഓർത്ത്, പ്രത്യേകിച്ച് കലാകാലങ്ങളിലൂടെ അതിന് ചുമതല വഹിച്ച ഉദ്യോഗസ്ഥരെ ഓർത്ത്, ഇപ്പോഴും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. തുടർന്നും അവരുടെ വലിയ സഹായം നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. വായിച്ച സുവിശേഷ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം, അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ, 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 27 മുതലുള്ള ഏതാനും വാക്യങ്ങൾ. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവന്മാർ എന്ന് പറഞ്ഞു. ഇരുപത്തേഴാം വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വലിയ സന്തോഷം ഈ സന്ധ്യയെങ്കിൽ നിങ്ങൾ തന്ന കൃപയ്ക്കായി നമ്മുടെ സ്തോത്രം. 75 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സഭ സ്ഥാപിതമാകുവാൻ അങ്ങടിയാക്കിയല്ലോ. അതിനു മുമ്പ് ഒരു കൂട്ടം വിശ്വാസികളെ ഈ പ്രദേശം അങ്ങ് നൽകിയല്ലോ, അതിനായി സ്തോത്രം. ഇന്ന് 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ അതൊരു ഇടവകയായി ഉയർത്തുവാൻ അങ്ങിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും നടത്തിപ്പുകൾക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്നു. അതിന് കാരണക്കാരായി തീർന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കും. ഞങ്ങളുടെ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിനെ ഓർത്ത് പ്രത്യേകമായി സ്തോത്രം ചെയ്യും. കലാകാലങ്ങളിൽ ശുശ്രൂഷ ചെയ്തെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെറിയ തലം മുതൽ ഉയർന്ന തലം വരെ ജോലിക്കാരായിട്ടുള്ള എല്ലാവരെയും ഓർക്കുന്നു. അല്ലാതുള്ള സഭാമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്തവരെ എല്ലാവരും ഓർക്കുന്നു. ഇടവക ശുശ്രൂഷ ചെയ്തവരെ, സഭയിൽ ശുശ്രൂഷ ചെയ്തവരെ, മിഷണന്മാർ എല്ലാവരും ഞങ്ങൾ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ നാമത്തിൽ ഈ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നല്ലോ. ഇന്ന് വിശുദ്ധനായ തോമസ് അപ്പോസ്തലൻ്റെ ദിനമായിട്ട് സെൻറ്റ് തോമസ് ഡേ ആയിട്ട് ഇന്ന് കൊണ്ടാടുന്ന സുദിനമാകുന്നുവല്ലോ. അതും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തിരുവചനം കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വചനം പറയുന്ന പലകനാണ് അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അടിയും പറയുന്നപ്പുറമായ ആളുകളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് അവിടെ കേൾക്കണമേ. ആമേൻ.
ഒരുപക്ഷെ നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെയും കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് പലതവണ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വേദഭാഗങ്ങളാണ്, നോമ്പിൻ്റെ അവസരങ്ങളിൽ പ്രത്യേകിച്ച്. അവിടെ അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് യേശുവിനെ തിരുവെഴുത്തിൽ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അതുപോലെ എല്ലാം മഹാപുരോഹിതന്മാരും പരീശന്മാരും ബാക്കിയുള്ള ആൾക്കാരെല്ലാം ചെയ്തു, തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് അങ്ങനെയെല്ലാം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒത്തിരി കഷ്ടങ്ങൾ പ്രയാസങ്ങൾ സഹിച്ചു, ഉപദ്രവിച്ചു, അവനെ ക്രൂശിച്ചു, അതിനുശേഷം അടക്കം ചെയ്തു. അടക്കം ചെയ്തതിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞ് മറിയയുടെ വാക്കുകൾ. അതിനുശേഷം യേശു പ്രത്യക്ഷനാകുമ്പോൾ ശിഷ്യന്മാരിൽ ചില ആൾക്കാർക്ക് കാണാനായിട്ട് സാധിച്ചു. അവർ സംഭാഷിച്ചു. എന്നാൽ യേശു വന്ന സമയത്ത് അവിടെ തോമസ് അപ്പോസ്തലൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഭാഗത്ത് പറയുന്നത്. യേശു വന്നപ്പോൾ, എൻ്റെ 24-ാം വാക്യം, എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരുടെ ഒരുവനായ ദിദിമോസ് എന്ന തോമാസ് അവരുടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ യേശു കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ തോമസ് അപ്പോസ്തലൻ അതത്ര കാര്യമാക്കി എടുത്തില്ല, വിശ്വസിച്ചില്ല. പറയുന്ന ന്യായമുണ്ട്, എനിക്കതങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു പ്രസ്താവനയും കൂടെ കടന്നു, ഞാൻ യേശുവിനെ നേരിട്ട് കാണണം, അവൻ്റെ ആണിപ്പഴുതയുടെ കയ്യിൽ എനിക്കൊന്ന് തൊട്ട് നോക്കണം, അവൻ്റെ വിലാപ്പുറത്ത് എനിക്കൊന്ന് ഒന്ന് തൊട്ട് നോക്കണം, അത് യേശു തന്നെയാണോ എന്നറിയാം. അങ്ങനെ പറഞ്ഞു എന്നാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 8 ദിവസം എന്ന് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും യേശു അവരുടെ നടുവിൽ, വാതിൽ അടച്ചിരിക്കെ അവരുടെ നടുവിൽ യേശു പ്രത്യക്ഷനായി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് തോമസുമായിട്ടുള്ള സംഭാഷണത്തിലാണ് ഇവിടെ പറയുന്നത്. തോമസിനോട് നിൻ്റെ വിരൽ നീട്ടി ഇങ്ങോട്ട് എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ചില പടങ്ങളൊക്കെ നമ്മൾ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അതിൻ്റെ അകത്ത് യേശു നിൽക്കുന്നതും തോമസ് അപ്പോസ്തലൻ ചെയ്യുന്ന യേശുവിൻ്റെ കയ്യെ തൊട്ട് നോക്കുന്ന ചില ചിത്രങ്ങളുണ്ട്. യേശുവിൻ്റെ വിലാപ്പുറത്ത് അവൻ തപ്പി നോക്കുന്ന ചില ചിത്രങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ യേശു പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ തോമസ് അപ്പോസ്തലനെ തൊട്ടെന്നോ തപ്പി നോക്കിയെന്നോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അത് ചിത്രകാരൻ്റെ ഭാവനയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. യേശു അത് പറഞ്ഞുകൊണ്ട് എൻ്റെ കൈ കാണുക, എൻ്റെ വിലാപ്പുറത്ത് എന്ത് ചെയ്യുക, കൈ നീട്ടി എൻ്റെ അവിടെ തൊട്ട് നോക്കുക, വിരലിടുക എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നൊരു കാര്യമാണ്, അതാണ് വളരെ ശ്രദ്ധേയം, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തോമസ് അപ്പോസ്തലൻ നടന്ന എക്കാലത്തെയും അതിശേഷം ഒരു പ്രഖ്യാപനമാണ്. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. തോമസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ മറ്റ് വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ വളരെ പ്രത്യേകത കാണുവാൻ സാധിക്കും. നമുക്ക് പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. യാക്കോബ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരെ കുറിച്ച് അവരുടെ ചില പ്രത്യേകതകൾ നമുക്ക് വേദവസം വായിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കും. തോമസ് അപ്പോസ്തലനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, തോമസ് അപ്പോസ്തലൻ യേശുവിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്, യെരുശലേമിൽ ചെല്ലുമ്പോൾ അവരെന്നെ ഉപദ്രവിക്കും, അവരെന്നെ വളരെ ക്രൂരമായി മർദ്ദിക്കും, അവസാനം അവരെന്നെ കൊല്ലും എന്നൊക്കെയും പറഞ്ഞപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് കേട്ട ഈ തോമസ് അപ്പോസ്തലൻ എല്ലാവരും അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഇപ്രകാരമാണ്, എല്ലാവരും മടിച്ചു നിന്നോ എന്നൊരു സംശയമുണ്ട്. ആരും ആ സമയത്തൊന്നും പറയുന്നില്ല. തോമസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്, പോകാം, നമുക്കും അവനോടുകൂടെ ക്രൂശിക്കപ്പെടേണ്ട നമുക്കും പോകാം, അവനോട് കഷ്ടം സഹിക്കാൻ നമുക്കും പോകാം എന്ന് പറഞ്ഞ് ധൈര്യമായിട്ടൊരു പ്രഖ്യാപനം നടത്തുന്ന കാണാൻ സാധിക്കും. വേറെ ആരും അത് പറഞ്ഞായിട്ട് കാണുന്നില്ല. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ആൾ കാണുന്നുണ്ട്. പക്ഷേ ഓരോരോ സമയത്ത് പത്രോസ് അപ്പോസ്തലൻ പിന്മാറിപ്പോകുന്നതും കാണാൻ സാധിക്കും. തോമസ് അപ്പോസ്തലൻ്റെ പ്രഖ്യാപനം വളരെ ശ്രദ്ധേയമാണ്. അതായത് ഒരു കാര്യം അത് വളരെ വസ്തുനിഷ്ഠമായി കേട്ട് ഗ്രഹിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അദ്ദേഹം ഒരു കാര്യം പറയത്തുള്ളൂ എന്നുള്ളൊരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു ഈ തോമസ് അപ്പോസ്തലൻ എന്ന് കാണുവാൻ സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ച്, ഭാരതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ സുവിശേഷം കൊണ്ടുവന്ന ആദ്യത്തെ സുവിശേഷകൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്ന് പറയുന്നത് വിശുദ്ധനായ തോമസ് അപ്പോസ്തലനാണ് എന്നാണ് നമ്മൾ പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. അത് പാരമ്പര്യങ്ങളാണ്. ആദ്യം AD 52 മുതൽ ഇവിടെ സെൻറ് തോമസ് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നതായിട്ട് പാരമ്പര്യം പറയുന്നു.
അപ്പോൾ അതുകൊണ്ട് ആദ്യകാലം ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം എന്ന് പറയുന്നതിനെ കേരളമായിട്ട് അഭിവാദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ വന്നിരുന്നു, തമിഴ്നാട്ടിൽ പോയിരുന്നു, വടക്കേന്ത്യയുടെ പല പ്രദേശങ്ങളിലത്തേക്ക് സഞ്ചരിച്ചിരുന്നൊക്കെയും മൊഴികളുണ്ട്, അങ്ങനെ കഥകൾ ഉണ്ട്, പാരമ്പര്യം പറയുന്നുണ്ട്. എന്നാൽ ആധികാരികമായിട്ട് നമ്മൾ പറയുമ്പോൾ തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ വന്നുവെന്നും സഭകൾ സ്ഥാപിച്ചുവെന്നും പിന്നീട് മൈലാപ്പൂർ പോയി അവിടെ മരണപ്പെട്ടു എന്നാണ് നമ്മൾ അവിടെയും അതിനുള്ള തെളിവുകളും കാര്യങ്ങളായിട്ടുള്ള ശവകുടീരങ്ങളൊക്കെയും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള, വളരെ തീക്ഷ്ണതയുള്ള ഒരു സുവിശേഷകനായിരുന്നു, അല്ലെങ്കിൽ ശിഷ്യനായിരുന്നു തോമസ് അപ്പോസ്തലൻ. ഇവിടെ പറയുമ്പോൾ തോമസ് അപ്പോസ്തലൻ യേശു പറഞ്ഞ വാക്ക് എക്കാലത്തും പ്രശസ്തമായ കാര്യമാണ്. അത് വേറൊന്നുമല്ല, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നുള്ളതിന് ഒരു കർത്താവിൻ്റെ ഒരു തോമസ് അപ്പോസ്തലനുള്ള ഒരു ഉപദേശം. അവിശ്വാസി ആയിരിക്കരുത്, വിശ്വാസിയായിരിക്കണം. ഓക്കെ, തോമസിനെ ഒന്ന് നോക്കാം. തോമസ് യേശുവിനോട് കൂടെയായിരുന്നു, അല്ലേ? യേശുവിനോട് കൂടെ യേശു വിളിച്ച് ചേർത്ത ശിഷ്യനായിരുന്നു. ആ ശിഷ്യനോട് പറയുകയാണ് അവിശ്വാസി ആകരുത്, വിശ്വാസിയായി. ഇത് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു ഉപദേശമാണ്. നമ്മൾ പള്ളിയിൽ വരുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പല പല സ്ഥാനങ്ങൾ നമുക്കുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ നമ്മളോടാണ് യേശു പറയുന്നത്, എന്താ പറയുന്നത്? അവിശ്വാസിയായിരിക്കും. ശിഷ്യന്മാരോട് അത് പറയുന്നത് കൂട്ടിക്കൊണ്ട് വേറെ ആരോടുമല്ല, യേശുവിൻ്റെ ശിഷ്യനായ ഈ തോമസിനോടാണ് പറയുന്നത്. യേശു പറയുന്നത് യേശുവിൻ്റെ കൂടെ നടന്ന, യേശുവിൻ്റെ എല്ലാ അത്ഭുതങ്ങളും കണ്ട, പല അത്ഭുത പ്രവർത്തികളിലും പങ്കാളികളായ ഈ തോമസിനോടാണ് പറയുന്നത്, ശിഷ്യനോടാണ് പറയുന്നത് അവിശ്വാസിയാകരുത്, വിശ്വാസിയാകരുത്. ഈ ആധുനിക ലോകത്ത് കർത്താവ് നമ്മോടും ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പള്ളി വരാത്തവരെക്കുറിച്ചല്ല പറയുന്നത്, പിന്നെയോ പള്ളിയിൽ വളരെ സജീവമായിട്ട് സഭയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോടാണ് അത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ കൂടെ ആഴമായൊരു വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കുറേ കൂടെ ആഴമായ അർത്ഥം അതിനുണ്ട് എന്ന് നാം മറന്നു പോകരുത്. ഒരു വിശ്വാസി ആയിരിക്കാത്ത പറഞ്ഞാൽ അതിനൊത്തിരി വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് ഒത്തിരി വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെല്ലാം അവർ തക്കതായി വില കൊടുത്തായിട്ടാണ് കാണുന്നത്. ഒറ്റ കാരണമാണ് അവർ വിശ്വാസികളായത്, ക്രിസ്തു വിശ്വാസികളായത്. ഒറ്റ കാരണത്താൽ അവർ പീഡനങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ചത്. അത് അന്നും ഇന്നും ഈ കാലത്തും യഥാർത്ഥ ഒരു വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസം നിലനിർത്തണമെങ്കിൽ, അത് ഏറ്റുപറയണമെങ്കിൽ, അത് മുറുകെ പിടിക്കണമെങ്കിൽ അവന് ഒത്തിരി ത്യാഗം സഹിക്കേണ്ടതായി വരും. അതുകൊണ്ട് കർത്താവ് ഈ തോമസ് അപ്പോസ്തലനോട് പറയുകയാണ്, നീ അവിശ്വാസിയാകരുത്, വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് പറയുന്ന പ്രത്യുത്തരമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന്. നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ കർത്താവ്, നീ അല്ലാതെ മറ്റാരുമില്ല, നീ എന്നെ അറിയുന്നുവല്ലോ എന്നാണ് അതിൻ്റെ ആശയം. പ്രിയമുള്ളവരെ, കർത്താവല്ല, നമുക്ക് മറ്റൊന്നുമില്ല, മറ്റാരുമില്ല എന്നുള്ള ഒരു വലിയ ഒരു പ്രഖ്യാപനം തോമസ് അപ്പോസ്തലൻ ഇവിടെ നടത്തുകയാണ്. 75 വർഷം പിന്നിടുന്ന ഈ കരടിക്കുഴി സെൻറ് തോമസ് ഇടവക ജനത്തോട് ഈ ഇടവക സുദിനത്തിൽ, പ്രത്യേകിച്ച് അതിൻ്റെ 75ാമത് ജൂബിലി ആഘോഷിപ്പാനായിട്ട് തുടങ്ങുന്ന ഈ വേളയിൽ എനിക്കും പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഈ കാലഘട്ടം അത്രയും എപ്രകാരം നമ്മളായിരുന്നുവോ ആ നമ്മളോട് പറയാണ്, നമ്മൾ കുറേ കൂടെ വിശ്വാസത്തിൽ ദൃഢതയുള്ളവരായി, കുറേ കൂടെ വിശ്വാസം മുന്നേറുവാൻ ഇടയായി തീരണം. മറ്റനേകരും നമ്മുടെ വിശ്വാസം കണ്ട്, നമ്മുടെ രീതികൾ കണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഈ ക്രിസ്തുവിനെ അനുഭവിപ്പാനായിട്ട് ഇടയായി തീരണം. അവർ കാണാതെ നമ്മുടെ വാക്കുകൾ കേട്ട് വിശ്വസിക്കുന്നവരാണ്, അവർ വളരെ ഭാഗ്യവാന്മാരാണ്. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഉള്ള സെൻറ് തോമസ് ഇടവകയിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നമ്മെ സംബന്ധിച്ചുള്ള ഒരു കടമ എന്നുള്ളത് നല്ല വിശ്വാസമുള്ളവരായിരിക്കണം, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം, അതിനുവേണ്ടി സഹിക്കുന്നവരായിരിക്കണം, അതിനുവേണ്ടി ചെലവിടുന്നവരായിരിക്കണം എന്ന് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. തോമസ് അപ്പോസ്തലൻ യേശു യെരുശലേമിലേക്ക് പോയി കഷ്ടങ്ങൾ സഹിക്കാനായിട്ട് പോകുമ്പോൾ അത് മനസ്സിലാക്കി എന്ത് തരം കഷ്ടമാണ്, പ്രയാസമാണ് എന്ന് തോമസ് അപ്പോസ്തലൻ ഏതാണ്ട് ഊഹിക്കാൻ കഴിഞ്ഞു. അത് നമുക്ക് കാണാൻ സാധിക്കും. എന്ത് തരം, യേശു പറയുന്നത് എന്ത് തരമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് മരണമാണെന്നറിയാം. അതുകൊണ്ട് ഗുരുവിനെ തന്നെ വിടാൻ പറ്റത്തില്ല, ഗുരുവിനോട് അവനോട് കഷ്ടം സഹിക്കാൻ, നീ ഇപ്പം മരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും, പോക എന്നും പറഞ്ഞ് യേശുവിനെ അനുഗമിക്കുന്ന
എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും പീഡനങ്ങൾ വന്നാലും യേശുവിനെ അനുഗമിക്കും എന്ന് പറഞ്ഞ് ദൃഢതീരുമാനമെടുത്ത ഒരു അപ്പോസ്തലനാണ് ഈ തോമസ് അപ്പോസ്തലൻ. ആ തോമസ് അപ്പോസ്തലനോട് കർത്താവ് വീണ്ടും പറയാണ്, നീ അവിശ്വാസിയാകരുത്. കണ്ടുകൊണ്ട് മാത്രമേ എല്ലാ കാര്യം വിശ്വസിക്കുന്നു എന്ന് നീ വിചാരിക്കരുത്. കണ്ടാൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അപ്പോൾ കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്നുള്ള അതിശേഷമായ ദൂത് നൽകിക്കൊണ്ട് തോമസ് അപ്പോസ്തലനെ ശക്തീകരിക്കുന്ന കാണുവാൻ സാധിക്കും. ആധുനിക ലോകത്തിൻ്റെ വെല്ലുവിളികൾ, വിശ്വാസ ജീവിതത്തിൽ എന്തെല്ലാം വെല്ലുവിളികളാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ദൈവത്തിൽ നിന്ന് അകന്നുപോക്കാണ്. നമ്മളിന്ന് പഴയ നിയമ വേദഭാഗം വായിച്ചപ്പോഴും അതുപോലെ തന്നെ സങ്കീർത്തന വേദഭാഗം വായിച്ചപ്പോഴും പുതിയ നിയമ വേദഭാഗം വായിച്ചപ്പോൾ അവിടെയെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, തിന്മയെ അകറ്റണമെന്നുള്ളതാണ്. ദൈവസന്നിധി നമ്മൾ വരുമ്പോൾ, ദൈവത്തോട് അടുത്ത് വരുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം വിട്ട് കളയണം എന്നവിടെ ശക്തമായിട്ട് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്ന വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റ് എല്ലാത്തിനെയും ഉപേക്ഷിക്കാതെ നമുക്ക് ഈ കർത്താവിനെ അനുഭവിപ്പാൻ സാധ്യമല്ല. ഈ സുഖ സൗകര്യങ്ങൾ വിടാതെ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ തോമസ് അപ്പോസ്തലൻ പറയുന്ന ആ പശ്ചാത്തലത്തിൽ യേശുവിനെ തനിയെ വിടാമായിരുന്നു, പക്ഷേ തനിയെ വിടുന്നില്ല. അവർക്ക് യേശുവിലേക്ക് പോയില്ലെങ്കിൽ ആ കഷ്ടങ്ങൾ അവർക്ക് വരത്തില്ല, ബുദ്ധിമുട്ട് ഉടനെയൊന്നും വരത്തില്ല. ഒരുപക്ഷെ തെരഞ്ഞു പിടിച്ച് അവരെ ഉപദ്രവിക്കുമായിരിക്കും, എങ്കിലും അത് വരത്തില്ലായിരുന്നു. എന്നാൽ അത് മനസ്സിലാക്കിയ തോമസ് അപ്പോസ്തലൻ അത് മുൻകണ്ടുകൊണ്ട് എന്ത് കഷ്ടങ്ങളും പ്രയാസങ്ങളും വിശ്വാസത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി, കർത്താവിന് വേണ്ടി എന്ത് സഹിപ്പാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ പോകുന്ന ആ തോമസ് അപ്പോസ്തലൻ്റെ നാമത്തിലാണ് നമ്മുടെ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമുക്ക് നല്ലൊരു സന്ദേശം നൽകുന്നു. ഈ നല്ല സുദിനത്തിൽ ഇന്ന് രുഖറാന അല്ലെങ്കിൽ സെൻറ് തോമസ് ഡേ കൊണ്ടാടുന്ന ദിവസമാണ്. ഈ സുദിനത്തിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഓർക്കാം. തോമസ് അപ്പോസ്തലനെ ഓർക്കുമ്പോൾ തോമസ് അപ്പോസ്തലനെ വിശുദ്ധ തോമസ് അപ്പോസ്തലനാക്കിയത് നമ്മുടെ കർത്താവ്. അപ്പോൾ ഏറ്റവും പ്രധാനം കർത്താവ് തന്നെയാണ്. തോമസ് അപ്പോസ്തലൻ ആ കർത്താവിനെ തന്നെ വലിയവനാക്കിയ തൻ്റെ ഗുരുവിനെ അനുഗമിച്ചുവെങ്കിൽ തോമസ് അപ്പോസ്തലനെ വിശുദ്ധനായ തോമസ് അപ്പോസ്തലനാക്കിയ ആ കർത്താവാണ് വലിയവൻ. ഇവിടെ ആരാധിക്കുന്ന നാം ഈ കർത്താവിനെ കാണുവാൻ, വലിയവനായ നമുക്ക് വേണ്ടി, നമ്മുടെ പാപക്ഷമയ്ക്ക് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്ന യേശുവിനെ കാണുവാൻ നമുക്കിടയായി തീരണം. ആ യേശുവിന് വേണ്ടി നിൽപ്പാൻ നമുക്കിടയായി തീരണം. എങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ധന്യമായി എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. നമുക്കും ഈ തോമസ് അപ്പോസ്തലനോട് ചേർന്ന് പറയാം, തോമസ് യേശുവിനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറയും. ശക്തമായ വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് തീരാം. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിന് നമ്മെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനമഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.